യോങ്കിക്കും വേണോ ഐസ്ക്രീം? ഹേയ് വേണ്ട. എന്നാ പറ, എനിക്ക് മറുപടി ഒന്നും തന്നില്ലല്ലോ. ഹോബി എനിക്ക് കുറച്ച് സമയം തരുമോ? ഓക്കെ, നാളെ വരെ തന്നിരിക്കുന്നു. നാളെയോ? അതെ, എന്താണെന്നറിയില്ല, ഒരുപാട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തായാലും യോങ്കി എന്നോട് ഇഷ്ടമാണെന്നേ പറയാൻ പോകുന്നുള്ളൂ. പിന്നെന്തിനാ ഒരുപാട് വെയിറ്റ് ചെയ്യുന്നേ? ഓഹോ, അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണോ? 100%. നാളെ ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ? ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറയുന്നത് വരെ പുറകെ നടക്കും. പിന്നെ ഞാനത്രയും കഷ്ടപ്പെടേണ്ടിയൊന്നും വരില്ല. തൻ്റെ കണ്ണിൽ നോക്കിയാൽ തന്നെ എനിക്കറിയാം എന്നോടുള്ള ഇഷ്ടം. പിന്നെ പെട്ടെന്നുള്ളൊരു ചമ്മൽ മാറാൻ വേണ്ടി മാത്രം ഞാൻ നാളെ വരെ സമയം തന്നതാണ്. ഹോ, എൻ്റെ ഹോബി. അതേടാ, ഞാൻ തൻ്റെ മാത്രമാ. അത് ഞാൻ... ഓക്കെ, സാരമില്ല, അത് പോട്ടെ. ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് അറിയണോ? ഞാൻ ഏകദേശം എല്ലാം എന്നെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവരുടെയൊക്കെ ലവ് സ്റ്റോറി കേൾക്കണോ? കേൾക്കണം. ആഹാ, ഭയങ്കര ഇൻട്രസ്റ്റ് ആണല്ലോ. അത് പിന്നെ ലവ് സ്റ്റോറി അല്ലേ? ഓ അങ്ങനെ. അവരുടെ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ജൂണും ജിനിയും. അവർ നേരത്തെ തൊട്ടുള്ള റിലേഷൻഷിപ്പാണ്. ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടുണ്ട്. അവരുടെ റിലേഷന് പ്രത്യേകിച്ച് ടിസ്റ്റൊന്നുമില്ല. അന്ന് അവർ പരസ്പരം ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചു. പക്ഷേ കൂക്കിയുടെയും ചിമ്മിയുടെയും ടേയുടെയും സ്റ്റോറി കുറച്ച് സീരിയസ് ആയിരുന്നു. ഞങ്ങളെല്ലാം ഒരു ഗ്രൂപ്പായിരുന്നെങ്കിലും ചിമ്മിയുടെയും ടേയുടെയും ഒരു സ്പെഷ്യൽ ബോണ്ടായിരുന്നു. സോൾമേറ്റ്സ് ആണെന്ന് തന്നെ പറയാം. ഓ, അപ്പോൾ സോൾമേറ്റ്സ് തന്നെ ഒരാളെ കല്യാണം കഴിച്ചല്ലേ? പിന്നെ ടേയെ ഞങ്ങൾ ലച്ചു എന്നാട്ടോ വിളിക്കുന്നത്. ലച്ചുവും ചിമ്മിയും ഞങ്ങളെക്കാൾ കൂടുതൽ ഒരു സ്പെഷ്യൽ കെയർ കൂക്കിക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് രണ്ടുപേർക്കും അവനോട് ഇഷ്ടമുണ്ടായിരുന്നെന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. എന്തിനു പറയാം, അവർക്ക് പരസ്പരം പോലും അതറിയില്ലായിരുന്നു. കൂക്കി എന്നോടെല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. ചിമ്മിക്കുട്ടി എവിടെ ആയിരുന്നു? എന്താ ഇത്ര ലേറ്റായി? എഴുന്നേക്കാൻ ലേറ്റായിപ്പോയി കൂക്കി. നീ എന്തേലും കഴിച്ചോടാ? ഇല്ല കൂക്കി, ലേറ്റായ കാരണം കഴിക്കാൻ സമയം കിട്ടിയില്ല. വാ, ക്യാൻറ്റീനിൽ നിന്ന് നല്ല മോമോസ് വാങ്ങിത്തരാം. ലച്ചു, നീയും വാ. നീയും കഴിച്ചില്ലെന്ന് എനിക്കറിയാം. എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. വാ വാ ചിമ്മി. അവനെ ഞാൻ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെങ്കിലും എനിക്ക് പറ്റിയൊരു തെറ്റെന്തെന്ന് വെച്ചാൽ ചിമ്മിയുടെ കൂടെ ഉള്ളപ്പോഴേ അവൻ്റെ ആ പെരുമാറ്റം അത്രയ്ക്ക് ശ്രദ്ധിച്ചുള്ളൂ. ഒരു ദിവസം ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ലച്ചുവിനെ മാത്രം കണ്ടില്ല. അവളെ തപ്പി കുറേ നടന്നു. പെട്ടെന്ന് കോറിഡോറിൽ വെച്ച് ഞങ്ങളുടെ ഒരു ക്ലാസ്മേറ്റ് ലച്ചുവിനോട് സംസാരിക്കുന്നത് കണ്ടു. അടുത്തെത്തിയപ്പോൾ അവൻ ലച്ചുവിനോട് പ്രപ്പോസ് ചെയ്യുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവളപ്പം തന്നെ റിജക്റ്റ് ചെയ്തു. പക്ഷേ അവൻ ലച്ചുവിൻ്റെ കയ്യിലൊന്ന് തൊട്ടു. അന്നാണ് ഞങ്ങളവനെ മറ്റൊരു രീതിയിൽ കണ്ടത്. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കൂക്കി. എടാ, തൊട്ടു പോകരുത് അവളെ. ഇനി എങ്ങാനും അവളുടെ അടുത്ത് നിന്നെ കണ്ടാ കൊന്നു കളയും ഞാൻ. അന്ന് അവർ തമ്മിൽ കുറേ വഴക്കുണ്ടായി. കൂക്കി അവനെ കുറേ തല്ലി. പിന്നെ ലച്ചുവും ചെമ്മിയും ചെന്ന് പിടിച്ചു മാറ്റി. അന്ന് എല്ലാവരും അവൻ്റെ ആ പെരുമാറ്റം കണ്ട് ഞെട്ടിപ്പോയെങ്കിലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ലായിരുന്നു. അതിൽ പിന്നെ ലച്ചുവിനെ ആ സമയത്ത് ലച്ചുവിന് കൂക്കി ഇഷ്ടമാണെന്ന് ചിമ്മിക്ക് മനസ്സിലായി. ലച്ചുവിനും ചിമ്മിക്ക് കൂക്കി ഇഷ്ടമാണെന്നും മനസ്സിലായി. പക്ഷേ അവർ പരസ്പരം ഒന്നും പറഞ്ഞില്ല. അതിനു പകരം അവർ രണ്ടുപേരും സോൾമേറ്റ്സിന് വേണ്ടി അവരുടെ സ്നേഹം വിട്ടുകൊടുക്കാൻ തയ്യാറായി. അങ്ങനെ അവർ കൂക്കിയുടെ അടുത്ത് നിന്നും അകലം പാലിച്ചു. ആ സമയത്ത്
കൂക്കി ഒരു വല്ലാത്ത അവസ്ഥയിലായിരുന്നു. ചിമ്മിയും ലച്ചുവും അവനോട് അങ്ങനെ പെരുമാറുന്നത് അവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാനും ജൂണും ജിനിയും കൂക്കിയോട് സംസാരിക്കാമെന്ന് വെച്ചു. കൂക്കി, എന്താ നിങ്ങൾക്ക് പറ്റിയേ? എന്താ നിങ്ങളെല്ലാം ഇപ്പം ഇങ്ങനെ? എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല ഹോബിച്ച. അവരെന്നോടൊന്നും സംസാരിക്കാൻ പോലും വരുന്നില്ല. കൂക്കി, എന്താ നിന്റെ മനസ്സിൽ? നീ ഞങ്ങളോട് പറ. ജിനി അത് നിങ്ങൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. എന്താണേലും പറ കൂക്കി. കൂക്കി, നിനക്ക് അവരിൽ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ? എനിക്ക് അവരെ രണ്ടുപേരെയും ഇഷ്ടമാണ് ജിനി. അതാ എൻ്റെ പ്രശ്നം. എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അവരോടുള്ള സ്നേഹം എനിക്ക് അളന്നു വെക്കാൻ പറ്റില്ല. കുക്കി, നീ എന്താ ഈ പറയുന്നേ? ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് മനസ്സിലാവില്ലെന്ന്. ഞങ്ങൾക്ക് മനസ്സിലാവും കൂക്കി, പക്ഷെ എന്തു ചെയ്യും? എനിക്കറിയില്ല, എനിക്കൊന്നും അറിയില്ല. അവരിൽ ഒരാളെ മാത്രം വിട്ടുകളഞ്ഞ് മറ്റൊരാളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റില്ല. ചിമ്മി എൻ്റെ മനസ്സാണെങ്കിൽ ലച്ചു എൻ്റെ ആത്മാവാ. കുക്കി, നീ ഒരു കാര്യം ചെയ്. രണ്ടുപേരോടും നീ സംസാരിക്കുക. തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കുക. പക്ഷേ ഹോബി പറഞ്ഞതാ ശരി. നീ അങ്ങനെ തന്നെ ചെയ് കൂക്കി. ചിമ്മി, ലച്ചു, എനിക്ക് നിങ്ങളോടൊന്ന് സംസാരിക്കണം. ചിമ്മി, നീ കൂക്കിയോട് സംസാരിക്കേ, ഞാൻ പിന്നെ വരാം. ലച്ചു, നീ എവിടെ പോവാ? ലച്ചു, എനിക്ക് നിങ്ങളോട് രണ്ടുപേരോട് ഒരുമിച്ച് സംസാരിക്കേണ്ടത്. നിനക്ക് എന്താ പറയാനുള്ളത് കൂക്കി? ഇവിടെ വെച്ച് നമുക്ക് ടെറസിലേക്ക് പോവാം. ചിമ്മി, ലച്ചു, നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്യുന്നത്? ഞാൻ എന്താ ചെയ്തത്? കൂക്കി, അങ്ങനൊന്നുമില്ല. ഇല്ലാഞ്ഞിട്ടാണോ എന്നോട് പഴയതുപോലെ സംസാരിക്കാത്തത്? നിനക്കങ്ങനെ തോന്നുന്നതാ കൂക്കി. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഇഷ്ടമാണ്. ഐ മീൻ ലവ്. കൂക്കി, നീ എന്തായി പറയുന്നേ? എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും ഒരുപോലെ ഇഷ്ടമാണ് ജിമ്മി. കൂക്കി, ചിമ്മി നിന്നെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട്. നീ ഇങ്ങനെ പറയരുത്. നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണ്. അപ്പോൾ നീയോ ലച്ചു? നീ കൂക്കിയെ സ്നേഹിക്കുന്നതോ? എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ചിമ്മി. ഇല്ലേ? എങ്കിലും എനിക്കും ഇല്ല. ചിമ്മി, ലച്ചു, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ എന്നെ റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് റിജക്റ്റ് ചെയ്യണം. പിന്നീട് ഈ കുക്കി ആരെയും സ്നേഹിക്കില്ല. കാരണം നിങ്ങളെപ്പോലെ എനിക്ക് ആരെയും സ്നേഹിക്കാൻ പറ്റില്ല. ഉറപ്പാണോ? ഉറപ്പാണ് ലച്ചു. കുക്കി, നിനക്ക് ഞങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കാമെങ്കിൽ ഞങ്ങളെ ഒരുമിച്ച് കല്യാണം കഴിക്കാൻ പറ്റുമോ? അതെ, ഞങ്ങളെ ഒരുമിച്ച് കെട്ടാൻ നിനക്ക് പറ്റുമോ? പക്ഷേ അത് എങ്ങനെ? നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾക്ക് സമ്മതമാണ്. ഞങ്ങൾ സോൾമേറ്റ്സ് ആണ് കൂക്കി. ഞങ്ങൾക്ക് ഞങ്ങളുടെ ലവ് ഷെയർ ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. ശരിക്കും? ശരിക്കും. ഐ ലവ് യു കൂക്കി. ഐ ടു ലവ് യു കൂക്കി. ഐ ലവ് യു ബോത്ത്. കൂക്കി, നീ കരയുവാ? സന്തോഷം കൊണ്ടാ. എൻ്റെ ഇപ്പോൾ ഉള്ളിലെന്താണെന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ചോടാ. അന്ന് കൂക്കി ഞെട്ടിയെങ്കിലും അതൊരു ഉഗ്രൻ ഞെട്ടലായിരുന്നു. പിന്നീടുള്ള ഞങ്ങളുടെ കോളേജ് ലൈഫ് അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ 2 ലവ് ജോഡികളും ഭയങ്കര ഹാപ്പിയായിരുന്നു.
അങ്ങനെ കോളേജ് കഴിഞ്ഞ് 2 കൊല്ലത്തിന് ശേഷം കുക്കി 2 പേരെയും പ്രപ്പോസ് ചെയ്തു. അതിൽ പ്രത്യേകിച്ച് സസ്പെൻസ് ഒന്നും ഇല്ലാത്ത കാരണം അവർ 2 പേരും അവനെ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ആ കല്യാണം അതിഗംഭീരമായിട്ട് നടന്നു. ഹോബിക്ക് അപ്പം ആരോടും ഇഷ്ടം തോന്നിയിട്ടില്ലേ? തോന്നിയല്ലോ, ഒരാളോട്. നല്ല കട്ട പ്രേമം. അയാളാ ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്നത്. തൽക്കാലം ഇത്രയും സൊള്ളിയാൽ മതി. യുങ്കി, ഇതാ നിൻ്റെ ഐസ്ക്രീം. അയ്യോ, എനിക്ക് വേണ്ടായിരുന്നു. ഹോബി വാങ്ങിത്തരാത്തത് കൊണ്ടാ? ഹോബി, എന്നാ നീ തന്നെ കൊടുക്ക്, അപ്പം ഇഷ്ടാവുമായിരിക്കും. ഇനി ബോയ്സ് എല്ലാവരും സ്ഥലം വിട്ടേ, ഞങ്ങൾ ഗേൾസൊക്കെ കുറച്ച് സംസാരിക്കാനുണ്ട്. അതെങ്ങനെ? ഞാൻ എൻ്റെ പെണ്ണിനെ കാണാൻ വിളിച്ചോണ്ട് വന്നിട്ട്. നിൻ്റെ പെണ്ണിനെയും കൊണ്ട് ഞങ്ങൾ എവിടെയും പോകുന്നില്ല ഹോബി. ഹോബിച്ചാ, ഇങ്ങ് വന്നേ. എനിക്ക് ചിമ്മിയും ലച്ചുവിനെ കാണാതിരിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെന്താ പറഞ്ഞേ? എനിക്ക് നാണമില്ലെന്ന്. ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോന്നേ ഉള്ളൂ, ഞാൻ കാണിച്ചു തരാം. എടാ ദുഷ്ടാ കൂക്കി, നിനക്ക് 2 പേരില്ലടാ, എനിക്ക് ഒന്നേ ഉള്ളടാ. നിങ്ങൾ പേടിക്കേണ്ട ഹോബിച്ചാ, അവരെല്ലാം കൂടെ യുങ്കി അടിച്ചൊതുക്കി കുപ്പിയിലാക്കി നിങ്ങൾക്ക് തരും. എൻ്റെ ഭാര്യമാരായോണ്ട് പറയുമല്ല, അതിനവരെ കഴിഞ്ഞേ ഉള്ളൂ. പൂക്കി വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ലടാ ബേബി, ഞങ്ങളങ്ങോട്ട് പോവുകയാണേ. വാ, എന്നെ കൊല്ലുന്നതിന് മുന്നേ പോവാം. ചെല്ല്, വീട്ടിൽ ചെന്നിട്ട് നമുക്കൊന്ന് കാണണം. അപ്പം എൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. നിനക്ക് ഭാര്യയെ പേടിയുണ്ടല്ലേ? അത് ഹോബിച്ചനും പതിയെ മനസ്സിലാവും. വീഴാൻ പോകുന്നല്ലേ ഉള്ളൂ. അല്ല, കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ. ഒന്ന് പോടാ, എൻ്റെ യൂങ്കി എന്നെ പാവമാണെന്നറിയാവോ? കല്യാണത്തിന് തൊട്ട് മുന്നേ വരെ എൻ്റെ ലച്ചും ചിമ്മിയും ഭയങ്കര പാവമായിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. ചിമ്മിയെ, വീട്ടിൽ ചെന്നിട്ട് ആ പായും തലേണയും പുറത്തെടുത്ത് തരാൻ മറക്കണ്ട. അപ്പം ഇന്നും പുറത്ത്. സബാഷ്. അതെന്താ, നീ ഇന്നലെയും പുറത്തായിരുന്നോ? ആയിരുന്നു. ചിമ്മിക്ക് കുറച്ച് വാശി കൂടുതലാണ്, പക്ഷെ ലച്ചു അതുപോലല്ല. ഒലിപ്പിക്കാതെ പോയേ കൂക്കി. കൂക്കി അതെന്തായിരുന്നു? ഒരു മുൻകരുതൽ. വാ പോവാം. യുങ്കി, എന്ത് തീരുമാനിച്ചു? വല്ല തീരുമാനം ആയോ? എനിക്കറിയില്ല. ഹോബിയെ ശരിക്കും അറിയാത്തത് കൊണ്ടുള്ള പേടിയാണെങ്കിൽ അത് വേണ്ട. കാരണം അവനെപ്പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. 1 വർഷമായിട്ട് യുങ്കിയെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ഹോബി ഇഷ്ടം പോലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഇത്രയും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അത് യുങ്കിയെക്കുറിച്ചാണ്. അപ്പം തന്നെ അറിയാമല്ലോ യുങ്കിയോട് എത്ര ഇഷ്ടമുണ്ടെന്ന്. എനിക്ക് ഹോബിയുടെ സ്നേഹം ഒരുപാട് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത്രയും സ്നേഹം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും കിട്ടിയിട്ടില്ല. അത് തരാൻ ആരും ഇല്ലെന്ന് പറയുന്നതാവും ശരി. പക്ഷേ എന്താണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഫീലിങ്സ് ഉണ്ടായതിൻ്റെ പേടിയായിരിക്കും. അപ്പോൾ ഫീലിങ്സ് വന്നു എന്ന് പറഞ്ഞ കാര്യം ശരിയാ അല്ലേ? അത് ഞാൻ പോരട്ടെ. എനിക്ക് ഹോബി ഇഷ്ടമാണ്, പക്ഷേ അതെനിക്ക് എങ്ങനെ പറയണമെന്നറിയില്ല. അത് കേട്ടാൽ മതി. അപ്പോൾ വെൽക്കം ടു അവർ ഗ്രൂപ്പ്. എന്നാൽ പിന്നെ നാളെ ഹോബിക്കിട്ടൊരു പണി കൊടുത്താലോ? എന്ത് പണി? നാളെ യൂങ്കി ചെന്നിട്ട് ഹോബിയോട് ഇഷ്ടമല്ലെന്ന് പറയണം. പേടിക്കണ്ട, ചെറിയൊരു പ്രാങ്കാ. ഓ, പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? ഹേയ്, നമ്മളെല്ലാവരും അവിടെ തന്നെ ഉണ്ടല്ലോ. യുങ്കി, നീ ഇന്നാ നിന്റെ തീരുമാനം എന്നോട് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നേ. ഞാൻ ആലോചിച്ചു ഹോബി. എനിക്ക് ഹോബിയെ ഇഷ്ടമല്ല. ഹോബി ഹോബി നമ്മുടെ കല്യാണം
ഇത്രയും പെട്ടെന്ന് നടക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞതും ഹോബിച്ചനോടാരാ അത്രയും പെട്ടെന്ന് ബോധം കെടാൻ പറഞ്ഞേ? അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ സംഭവിച്ചതാ. ഹോ, എന്നിട്ട് എന്തൊക്കെ ഡയലോഗായിരുന്നു. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇഷ്ടമാണെന്ന് പറയുന്നവരെ പുറകെ നടക്കും. പോടാ, നീ ഇനി എന്നെ ഇങ്ങനെ കളിയാക്കാതെ.